ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഒരു കുട്ടി ഷോപ്പിംഗ് വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഒരുപാട് ലെങ്ത് ഒന്നുമില്ല, ചെറിയൊരു ഷോപ്പിംഗ് വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഞാൻ തുടക്കം മുതൽ എടുക്കാൻ മറന്നു കേട്ടോ. ആ ഒരു തിരക്കിനിടയിൽ ഞാൻ പെട്ടെന്ന് അതിൻ്റെ ഉള്ളിൽ കയറിയപ്പോഴാണ് ഞാൻ ഈ ഒരു വീഡിയോ എടുത്തത്. അപ്പോൾ നമ്മളൊരു ചെറിയൊരു ഫംഗ്ഷൻ ഉണ്ട്, അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുട്ടികൾക്ക് മാത്രമായിട്ട് ഞാൻ ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട് പോയതാണ് കേട്ടോ. അപ്പോൾ പോയത് വേങ്ങരയിലുള്ള ബ്രദേഴ്സിലാണ് കേട്ടോ. പണ്ട് മുതലേ ഉള്ളൊരു ഷോപ്പാണ് ഇട്ടത്. അപ്പോൾ നമ്മൾ ഈ ഒരു ഷോപ്പിൽ ഞാനൊക്കെ ചെറുപ്പത്തിലേ ഇവിടെയായിരുന്നു എനിക്കധികം ഡ്രസ്സൊക്കെ എടുത്തിരുന്നത് കേട്ടോ. പിന്നെ ഈ കാലത്തിനനുസരിച്ച് ഓരോ മാറ്റങ്ങളൊക്കെ ബ്രദേഴ്സിൽ വരുത്തിയിട്ടുണ്ട്. അപ്പോൾ അടിപൊളി കളക്ഷൻസാണ് കേട്ടോ അവിടെ ഉള്ളത്. അപ്പോൾ ഞാൻ മോൾക്ക് ഒരു വെസ്റ്റേൺ സ്റ്റൈൽ ഡ്രസ്സ് എടുക്കണം എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ വീട്ടിൽ നിന്ന് പോയത്. അപ്പോൾ അവൾക്കും അങ്ങനത്തെ ഡ്രസ്സൊക്കെയാണ് ഇടാൻ കുറേയൊക്കെ കംഫർട്ടായിട്ട് കേട്ടോ. അപ്പം ഞാൻ തന്നെ ഫസ്റ്റ് ഒരു പാർട്ടി വെയർ ആയിട്ട് എടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ആദ്യം തന്നെ പാർട്ടി വെയർ ആയിട്ടാണ് നോക്കിയത്. അതിൽ നല്ലതുണ്ടെങ്കിൽ എടുക്കാമെന്ന് വെച്ചു. പിന്നെ വെസ്റ്റേൺക്ക് പോയി നോക്കാമെന്ന് വിചാരിച്ചിട്ടോ. അപ്പോൾ ഈ ഒരു ഡ്രസ്സിന് വേറൊരു കളർ കാണിച്ചു തന്നു കേട്ടോ. അപ്പോൾ ആ ഒരു കളർ എനിക്ക് വലിയ ഇഷ്ടമായില്ല. പിന്നെ ഞാൻ പറയുന്നത് വെസ്റ്റേൺ സ്റ്റൈലുള്ള ഡ്രസ്സൊന്ന് നോക്കാമെന്ന് പറഞ്ഞിട്ട് അപ്പുറത്തെ സെക്ഷനിലോട്ട് പോയിട്ടാണ്. അപ്പോൾ അത് കണ്ടപ്പോൾ അവൾക്ക് വലിയ ഇഷ്ടമായില്ല കേട്ടോ. കാരണം നമ്മൾ നേരത്തെ പാർട്ടി വെയർ ഫസ്റ്റ് നോക്കിയപ്പോൾ അവൾക്ക് ആ ഒരു ഡ്രസ്സ് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. പക്ഷേ ഇവിടെ വെറൈറ്റി കളക്ഷൻസൊക്കെ ഒരുപാടുണ്ട് കേട്ടോ. വെസ്റ്റേൺ സ്റ്റൈലായാലും കുട്ടികൾക്കുള്ളതായാലും വലിയവർക്കുള്ളതായാലും ഒക്കെ അടിപൊളി ഡ്രസ്സ് ഉണ്ട് കേട്ടോ അവിടെ. അപ്പോൾ ഫൈനലി ഈ ഒരു ഡ്രസ്സാണ് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇവളിങ്ങനെ നടക്കുന്ന നോക്കണ്ട, അതൊരു ഷോർട്ട് വീഡിയോ എടുക്കാമല്ലോ എന്ന് വെച്ചിട്ട് അങ്ങനെ വീഡിയോ എടുത്തത്. അപ്പോൾ ആ ഒരു ഷോർട്ട് വീഡിയോ എൻ്റെ ചാനലിൽ തന്നെ ഞാൻ അപ്ലോഡ് ആക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതെല്ലാവരും ഒന്ന് പോയി കാണാം കേട്ടോ. ഇനി ഞാൻ മോൻക്ക് എടുക്കാൻ വേണ്ടിയിട്ട് അവനെങ്ങനെ തപ്പിക്കൊണ്ട് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ അവനിതാ ഏതോ ഒരു മൂലക്ക് പോയിട്ടുണ്ട്, ഗെയിം കളിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ മൊബൈലിൽ. അപ്പോൾ ഏതായാലും അവനെ ഞാൻ വിളിച്ച് എനിക്ക് നോക്കാമെന്ന് പറഞ്ഞ് അങ്ങനെ അവനക്കുള്ള ഡ്രസ്സ് പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് അടുത്ത സെക്ഷനിലോട്ട് പോകാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ അവൻ പറഞ്ഞ് എനിക്ക് സുഡിയോ പോയാൽ മതി എന്ന് പറഞ്ഞിട്ടാണ്. ഇപ്പോൾ എല്ലാവരും സുഡിയോ പോലുള്ള ഷോപ്പിലാണല്ലോ അധികം കയറുന്നത്. അവിടെ ആകുമ്പോൾ ഇങ്ങനെ തൂക്കി ഇട്ടിട്ടുണ്ടാവും, ഇവിടെ ആകുമ്പോൾ എല്ലാം സെറ്റാക്കി മടക്കി വെച്ചിട്ടുണ്ടാവും. ആ ഒരു മാറ്റമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഏതായാലും അവനെ കൊണ്ട് ഒരുവിധം സമ്മതിപ്പിച്ചിട്ട് എനിക്ക് ഇവിടുന്ന് ഇഷ്ടമായിട്ടില്ലെങ്കിൽ നമുക്ക് വേറെ ഷോപ്പിൽ പോയിട്ട് നമുക്ക് എടുക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ അവനക്കുള്ള പാൻറ്റും ഷർട്ടും അല്ലെങ്കിൽ ടീഷർട്ട് ഏതെങ്കിലും എടുക്കുക വെച്ചിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവനക്ക് എളുപ്പത്തിൽ പാൻറ്റ് കിട്ടി കേട്ടോ. ഒരു 2 പാൻറ്റ് അവന് യൂസ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ അവന് ഏത് മോഡലാണ് വേണ്ടതെന്നൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ആ ഒരു പാൻറ്റ് തന്നെ അവനക്ക് കിട്ടി. പക്ഷേ കളറ് നമ്മൾ ഉദ്ദേശിച്ച കളർ ബ്ലാക്ക് ആണ് ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്. അവനക്ക് ബ്ലാക്ക് വേണമെന്ന് പറഞ്ഞ് അങ്ങനെ ബ്ലാക്ക് കിട്ടിയില്ല കേട്ടോ. അപ്പോൾ വേറെ ഒരു ഡാർക്ക് ബ്ലൂ ആയിട്ടുള്ളൊരു കളറാണ് പാൻറ്റ് എടുത്തിട്ടുള്ളത് കേട്ടോ. പിന്നെ നമ്മൾ കുറേ ഷർട്ട് നോക്കി, ടീഷർട്ടാണ് ഫസ്റ്റ് നോക്കിയത്. ടീഷർട്ടിൽ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് കേട്ടോ. എനിക്ക് ഒരുപാട് ഇഷ്ടമായി അടുത്ത ടീഷർട്ടിൻ്റെ കളക്ഷൻസ്. അപ്പോൾ അങ്ങനെ നോക്കിയപ്പോൾ അവനക്ക് ഒരുപാട് ലെങ്ത്ത് കൂടുതലായിപ്പോയി. അപ്പോൾ അവനക്ക് ഒരു ലെങ്ത്ത് കൂടുതലായപ്പോൾ പിന്നെ നമ്മൾ ടീഷർട്ട് വേണ്ടെന്ന് നമുക്ക് ഷർട്ട് നോക്കാറ്. അങ്ങനെ ഷർട്ട് നോക്കിയപ്പോൾ കുറേ എടുത്ത് നോക്കി ലാസ്റ്റ് അവനക്ക് ഇഷ്ടപ്പെട്ടൊരു വൈറ്റ് ഷർട്ടാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ അതെടുത്ത്. പിന്നെ ഞാൻ പറഞ്ഞു എനിക്ക് നിൻ്റെ ഇഷ്ടത്തിന് എടുത്തോ, വീട്ടിൽ ചെന്നിട്ട് അടി ഉണ്ടാക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് അവനക്ക് ഇഷ്ടമുള്ള ഡ്രസ്സ് തന്നെ അവനാണ് സെലക്ട് ചെയ്ത്. അപ്പോൾ ഇതാ കണ്ടോ, അവന് ഇപ്പോൾ ഇട്ടിട്ടുള്ളത് ഇവിടെ നിന്ന് എടുത്തൊരു പാൻറ്റാണ് കേട്ടോ. അപ്പോൾ അതിനെക്കാട്ടി കുറച്ച് വലുപ്പമുള്ള ഒരു പാനപ്പം എടുത്തെടുത്തത്. അപ്പോൾ അവൻ ഇട്ടിട്ടുള്ള ആ പാൻറ്റ് തന്നെ നമ്മൾ ഏതായാലും എടുത്ത് കേട്ടോ. പിന്നെ നമ്മൾ ഷർട്ട് പറഞ്ഞല്ലോ, വൈറ്റ് ഷർട്ടാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ടീഷർട്ടൊക്കെ അവിടെ നിന്ന് തന്നെ ഇട്ട് നോക്കി. അപ്പോൾ കുറേ ലെങ്ത് ആയപ്പോൾ അത് വേണ്ടാന്ന് വെച്ച് അങ്ങനെ എൻ്റെ ചെറിയ മോൻക്കും അവിടെ നിന്ന് തന്നെ ഡ്രസ്സ് എടുത്ത് കേട്ടോ. അപ്പോൾ 3 മക്കൾക്കും ഞാൻ അവിടെ നിന്ന് തന്നെയാണ് ഡ്രസ്സ് എടുത്തത്. പിന്നെ ആർക്കും വല്ലാണ്ട് കുറേ അങ്ങോട്ട് തിരഞ്ഞെടുക്കാനൊന്നും പറ്റില്ല. വലിയ മോൻക്ക് മാത്രമേ കുറേ തിരഞ്ഞെടുത്തിട്ടുള്ളൂ കേട്ടോ. ഈ ഷർട്ട് അങ്ങനെ കുറേ തിരഞ്ഞെടുത്തിട്ടുള്ളത് ഉണ്ടായിരുന്നുള്ളൂ. അവനക്ക് ഒരുവിധ കളറൊന്നും അവനക്ക് ചേരില്ല. അപ്പോൾ അവനക്ക് വൈറ്റ് കളറില്ലാത്തതുകൊണ്ട് ആ വൈറ്റ് കളർ തന്നെ എടുത്ത്. അങ്ങനെ ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞ് നമ്മൾ പോകുന്ന വഴിക്ക് കുറച്ച് സ്നാക്സ് വാങ്ങാമെന്നുള്ളതെന്ന് വിചാരിച്ചു കേട്ടോ. ഈവനിങ്ങിലാണ് നമ്മൾ പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ സ്നാക്സ് വാങ്ങാൻ നോക്കിയപ്പോൾ നമ്മൾ എന്നും വാങ്ങുന്നൊരു ഷോപ്പാണ്. അധികം ഈ ഒരു ഷോപ്പിൽ നിന്നാണ് സ്നാക്സ് വാങ്ങാറ്. അപ്പോൾ നോക്കുമ്പോൾ എല്ലാം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് മിനി ബർഗറും പിന്നെ അതുപോലെ സാൻഡ്വിച്ചുമാണ് ഉണ്ടായിരുന്നത്. പിന്നെ അവർ പറഞ്ഞു നിങ്ങൾക്ക് വേണമെങ്കിൽ ഞങ്ങൾ ഉണ്ടാക്കിയിട്ട് ഞങ്ങൾ വീട്ടിലെത്തിച്ച് തരാമെന്ന് പറഞ്ഞു കേട്ടോ. പിന്നെ നമ്മൾ പറഞ്ഞു വേണ്ട, ഇവിടെ ഉള്ളത് മതി എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഈ ഒരു മിനി ബർഗർ കുറച്ച് വാങ്ങി കേട്ടോ. മിനി ബർഗറും അതുപോലെ ഒരു സാൻഡ്വിച്ചും വാങ്ങി.
അങ്ങനെ വീട്ടിലെത്തി മിനി ബർഗറെല്ലാം കഴിച്ച്. അപ്പോൾ കഴിച്ച് നോക്കുമ്പോൾ ഞാനിങ്ങനെ സാൻഡ്വിച്ച് ഇതെല്ലാം ഒന്ന് ടേബിളിൽ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാണ് സാൻഡ്വിച്ച് കേട്ടോ. ഒരു സാൻഡ്വിച്ച് ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ മക്കൾക്ക് ഉണ്ടാക്കും ഞാനൊന്ന് പകുതിയാക്കിയിട്ട് കൊടുത്തു. പിന്നെ മിനി ബർഗറാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ അത് നോക്കിയപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി ബർഗർ പാറ്റീസൊക്കെ ഉണ്ടല്ലോ അതുപോലെ വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളതെന്ന്. പക്ഷെ അതൊന്നുമല്ല കേട്ടോ. നോക്കുമ്പോൾ നമ്മൾ ഈ ഉള്ളിവട പക്കവട ഒക്കെ ഉണ്ടാവില്ല അതുപോലെ വെച്ചൊരു മോഡലാണ് എനിക്ക് തോന്നിയത് കേട്ടോ. അപ്പോൾ കഴിച്ച് നോക്കിയപ്പോഴാണ് അതിൻ്റെ ഉള്ളിൽ ചിക്കന് എന്തോ മസാല ഒക്കെ ഇട്ടിട്ട് മൈദപ്പൊടിയോ അങ്ങനെയൊക്കെ ഇട്ടിട്ട് എന്തോ മുക്കി പൊരിച്ചെടുത്തിട്ട് അതിൻ്റെ ഉള്ളിൽ ഫില്ലിങ്സ് കൊടുത്തതാണ്. പിന്നെ നമ്മൾ ബർഗറിലൊക്കെ വെക്കുന്ന ആ ലീഫും കൂടെ വെച്ചെടുത്തിട്ട് കുറച്ച് മയോണൈസും അതുപോലെ ടൊമാറ്റോ സോസൊക്കെ വെച്ചിട്ട് ഫില്ലിങ്സ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കഴിച്ച് നോക്കിയപ്പോൾ ടേസ്റ്റൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇൻഷാ അല്ലാഹ് വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നതാണ്. അസ്സലാമു അലൈക്കും.